ഉണ്ടാക്കാൻ പോകുന്നത് ഓവൻ ഇല്ലാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു ട്യൂട്ടി ഫ്രൂട്ടി കേക്കാണ്. നമുക്ക് ഇത് ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന അതേ പെർഫെക്ഷൻ തന്നെ കിട്ടും ഓവൻ ഇല്ലാതെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഈ കേക്ക് ഉണ്ടാക്കിയെടുത്താൽ. ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്ത റവ ലഡു നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആ ലഡു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ക്രമമനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3 മിനിറ്റ് മതിയാകും നമുക്ക് ആ ലഡു തയ്യാറാക്കാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിരിക്കുകയാണ്. ഈ ഓയിൽ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര പൊടിച്ചിട്ടാണ് ഞാൻ ഇവിടെ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഈ പഞ്ചസാരയും ഓയിലും കൂടി ഒന്ന് മിക്സ് ആവണം. ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഹാൻഡ് വിസ്ക് മാറ്റിയിട്ട് ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഇതേപോലെ തന്നെ ഹാൻഡ് വിസ്ക് കൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഓരോ മുട്ട വീതമാണ് നമ്മൾ പൊട്ടിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പം ആദ്യം ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിടാം. ഇനി ഈ മുട്ടയുടെ പുറത്തേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ മൈദ മാവും കൂടി ഇട്ടിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൈദാമാവ് ഇങ്ങനെ ഇടുന്നത് എന്തിനാണെന്ന് പലരും ചോദിക്കും. ഇത് നന്നായി ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെള്ളത്തിന്റെ അംശം ഒട്ടും നമുക്കപ്പം ഇതിലേക്ക് കിട്ടത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മൈദാമാവ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് മൂന്നാമത്തെ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം സ്ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം പിന്നെ സ്പീഡ് കൂട്ടാനുള്ളത്. വീണ്ടും ഇതിന് പുറത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മൈദാമാവ് ഇട്ടിട്ട് ബീറ്റ് ചെയ്യാണ്. ഞാൻ ഇതിലേക്ക് 3 മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കണം. 2 ലെവൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് ബീറ്റ് ആയാൽ മതി. അതായത് എല്ലായിടത്തും ഇതൊന്ന് മിക്സ് ആവണം, അത്രേ ഉള്ളൂ. ഇത്രയും മതി. ഇനി ഇതുപോലെ ഒരു അരിപ്പെടുത്തിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് മൈദയും ലെവൽ ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നതാണ്. 250 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഈ 1 കപ്പ് മൈദ ഈ അരിപ്പിലൂടെ ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അതായത് ഇതിന്റെ മിക്സിങ്ങിനൊന്നും അധികം സമയം എടുക്കത്തില്ല. ബേക്കിംഗ് മാത്രമേ നമ്മൾ ടൈം എടുക്കുന്നുള്ളൂ. കട്ടയില്ലാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ അടിയിൽ ടച്ച് ചെയ്ത് വേണം ഇളക്കി കൊടുക്കേണ്ടത്. അതായത് അടിഭാഗത്തുള്ളതും നന്നായിട്ട് ഇളകി വരണം. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ഈ കേക്കിന്റെ കൂട്ട് മിക്സ് ചെയ്തെടുക്കാവൂ. ഇതിപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. റെഡും ഗ്രീനും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഈ ടൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ഞാൻ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഏത് പാത്രമാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. അപ്പം ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ബട്ടർ പേപ്പർ വയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇളകി കിട്ടും. ഇതുപോലെ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുൻപ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. അതുപോലെ ബേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേ നിറച്ച് മാവ് എടുക്കരുത്. അതിന്റെ പകുതി മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ 1/4 ഭാഗം മാത്രമേ എടുക്കാവൂ. കാരണം ഇത് ബേക്കായി വരുമ്പോഴേക്ക് ഈ കേക്ക് പൊന്തി വരും. അപ്പൊ നമ്മൾ ഫുൾ എടുക്കുകയാണെങ്കിൽ ഇത് ഓവർഫ്ലോ ചെയ്യും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ്. പലർക്കും ഇപ്പം അറിയാമായിരിക്കും, ഇതൊക്കെ അറിഞ്ഞുകൂടാത്ത കുറേ പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ഇത് ഒന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്ത് ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇതിന് പുറത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാണ്. ഇത്രയും മതിയാകും. ഇനി നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ, അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 30-35 മിനിറ്റ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം. എപ്പോഴും ബേക്കിംഗ് ടൈം നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ കുറച്ച് വലിപ്പമുള്ള പാത്രമാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമ്മളത് ബേക്ക് ചെയ്യേണ്ടി വരും. അതല്ല നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളെങ്കിൽ 30-35 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബേക്കായി കിട്ടും. ഇതിപ്പോൾ ഞാൻ പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഒരു പാനിലാണ്. അപ്പം ഞാനിത് പാനിലേക്ക് വെക്കുവാണ്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1.5 കപ്പ് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപ്പാണ്. അതുകൊണ്ടാണ് ഈ ഉപ്പിൻ്റെ കളറ് ഒന്ന് ചേഞ്ചായി വന്നിരിക്കുന്നത്. ഇതൊരു 5-6 ബേക്കിംഗ് കഴിഞ്ഞ ഉപ്പാണ്. ഞാൻ കളയത്തില്ല, ഇതുപോലെ ഒരു ടിന്നിലാക്കി സൂക്ഷിച്ചു വെക്കും. അപ്പം പിന്നെ ബേക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം ഈ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് ഉപ്പ് വരും. ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോഴേ ഈ ഉപ്പിന് ഈ ഒരു കളർ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു 2-3 തവണയൊക്കെ ആകുമ്പോഴും ഉപ്പ് കളറൊന്നും ചേഞ്ച് ചെയ്യത്തില്ല, നല്ല വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും. ഇതൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഉപ്പിടുമ്പം ഈ കേക്കിന് ഉപ്പ് രസം വരുമോ എന്നുള്ളത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കേക്കിന് ഉപ്പ് രസം അനുഭവപ്പെട്ടിട്ടില്ല. നല്ല പെർഫെക്ഷനോടുകൂടി തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പാനും പ്രീഹീറ്റ് ആവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഈ പാൻ അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കണം. 5 മിനിറ്റിന് ശേഷമാണ് ബേക്കിംഗ് ട്രേ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇതിവിടെ ഏകദേശം 5 മിനിറ്റ് ആകാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ലിഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇതൊരു ഹോള് കാണും. ഈ ഹോൾ അങ്ങ് ക്ലോസ് ചെയ്തേക്കണം. എന്തെങ്കിലും ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു ഗ്രാമ്പുവോ വെച്ച് നമുക്ക് ഈ ഹോള് ക്ലോസ് ചെയ്തേക്കണം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ലിഡ് മാറ്റിയിട്ട് ബേക്കിംഗ് ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് ട്രേ വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഈ ഉപ്പിട്ടിരിക്കുന്ന ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇതുപോലെ ഒരു ട്രേ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ട ട്രേ വെച്ച് കൊടുക്കുന്നത്. ഇത് മൂടി വെക്കാം. നല്ല ടൈറ്റുള്ള മൂടിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ഇത് ബേക്കായി കിട്ടത്തില്ല. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ ഒരു ടവലുകൊണ്ട് കവർ ചെയ്യാണ്. ചൂടൊട്ടും പുറത്തു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കും. 5 മിനിറ്റിന് ശേഷം അത് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടാണ് ഇത് 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയാണ്.
പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിന്റെ ലിഡ് ഓപ്പൺ ചെയ്യരുത്. ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ബേക്കിംഗ് പ്രോസസ്സ് നടക്കത്തില്ല. അപ്പം ലിഡ് ഓപ്പൺ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവനിൽ നമ്മൾ എങ്ങനെ ബേക്ക് ചെയ്യോ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പാനിലും ബേക്കിംഗ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്യുകയോ തുറക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതിപ്പോൾ ഞാനിവിടെ ഫ്ലെയിം കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇത് ബേക്കായോ എന്നുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതാണ്. ഞാൻ ഈ ക്ലോത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ലിഡ് ഓപ്പൺ ചെയ്യില്ല കേട്ടോ, ജസ്റ്റ് ഈ ക്ലോത്ത് മാത്രമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. കണ്ടോ, ഇത് ബേക്കായി വരുന്നത്. ഇതിപ്പോൾ ഗ്ലാസ് ലിഡ് ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഇത് കാണിച്ചു തരാൻ പറ്റിയത്. വീണ്ടും ഇത് ഇവിടെ ഇരുന്ന് ബേക്ക് ആവട്ടെ. അപ്പൊ കറക്റ്റ് ഒരു നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്, കാണാമല്ലോ. ഞാൻ ഇതിന്റെ ലിഡ് ഒന്ന് മാറ്റി നോക്കാം. നല്ല ചൂടാണ്. ഇത് ബേക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂറും ഉണ്ട്. നമുക്കിതിന്റെ സെന്ററിലൊന്ന് കണ്ടോ, സ്ക്യൂർ ഇവിടെ നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതിനർത്ഥം കേക്ക് കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ടെന്നാണ്. ഞാൻ ഇനി ഇത് ഈ ബേക്കിംഗ് ട്രേ ഈ പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. കണ്ടോ, കറക്റ്റ് പാകത്തിന് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിൽ നിന്ന് പുറത്തെടുക്കാം. കേക്ക് ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് ഇളക്കി വിട്ടു കൊടുക്കാം. കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറാണ്. ഈ ബട്ടർ പേപ്പർ ഞാൻ ഇതിൽ നിന്ന് ഊരാണ്. ശരിക്കും നമ്മൾ ഓവനിൽ വെക്കുന്ന അതേപോലത്തെ പെർഫെക്ഷൻ തന്നെയാണ് ഈ കേക്കിന് കിട്ടിയിരിക്കുന്നത്. കണ്ടോ കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ശരിക്കും നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്ന അതേ പെർഫെക്ഷൻ തന്നെ നമുക്ക് പാനിൽ ഉണ്ടാക്കുമ്പോഴും കിട്ടും. കണ്ടോ.